പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി മലയാളം ഡബ്ബിങ്ങിലടക്കം റിലീസായ കുറച്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ബൂട്ട് കട്ട് ബാലരാജു. 2024 റിലീസായ റൊമാൻസ് കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ബൂട്ട് കട്ട് ബാലരാജു. ശ്രീ കൊനേറ്റി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ സോഹേൽ, മേഘ, പെണ്ണില കിഷോർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോർമൽ റൊമാൻസ് കോമഡി ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമ ഒരു ആവറേജ് അനുഭവമൊക്കെയാണ് സമ്മാനിക്കുന്നത്. ബൂട്ട് കട്ട് ബാലരാജു എന്ന സിനിമയ്ക്ക് IMDb 3.9 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ചിത്രം ഫാമിലി സ്റ്റാർ. 2024 റിലീസായ ഫാമിലി ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ഫാമിലി സ്റ്റാർ. പരശുരാം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിജയ് ദേവരകൊണ്ട, മൃണാൽ താക്കൂർ, അജയ് ഘോഷ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷനും റൊമാൻസും ഫാമിലി ഡ്രാമ എലമെൻസും ഒക്കെയായി കഥ പറഞ്ഞു പോകുന്ന സിനിമ ഏവറേജോ ബിലോ ഏവറേജോ ആയിട്ടുള്ള ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഫാമിലി സ്റ്റാർ എന്ന സിനിമയ്ക്ക് IMDb 5.1 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. മൂന്നാമത്തെ ചിത്രം യുവ. 2024 റിലീസായ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് യുവ. സന്തോഷ് ആനന്ദ്റാം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ യുവരാജ് കുമാർ, സപ്തമി ഗൗഡ, അച്യുത് കുമാർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്ന രീതിയിലൊക്കെ കഥ പറഞ്ഞു പോകുന്ന സിനിമയ്ക്ക് ഒരു ആവറേജ് ആൻഡ് മിക്സഡ് റെസ്പോൺസ് ഒക്കെയാണ് ലഭിച്ചിരുന്നത്. യുവ എന്ന സിനിമയ്ക്ക് IMDb 5.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. നാലാമത്തെ ചിത്രം സാറ ഹത്ത് കെ സാറ ബച്ച് കെ. 2024 റിലീസായ റൊമാൻസ് കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ് സാറ ഹത്ത് കെ സാറ ബച്ച് കെ. ലക്ഷ്മൺ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിക്കി കൗശൽ, സാറ അലി ഖാൻ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റൊമാൻസും കോമഡിയുമൊക്കെയായി ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ഹിന്ദി മൂവിയാണ് സാറ ഹത്ത് കെ സാറ ബച്ച് കെ എന്ന് പറയാം. സിനിമയ്ക്ക് IMDb 6.2 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ ജിയോ സിനിമ വഴി മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അഞ്ചാമത്തെ ചിത്രം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. 2024 റിലീസായ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് SIT. വിജയ് ഭാസ്കർ റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ അരവിന്ദ് കൃഷ്ണ, നടാഷ ദോഷി, കൗശിക് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണങ്ങളുമൊക്കെയായി ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തെലുങ്കു ത്രില്ലർ മൂവിയാണ് SIT എന്ന് പറയാം. ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. SIT എന്ന സിനിമയ്ക്ക് IMDb 8.4 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ C5ലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആറാമത്തെ ചിത്രം കൽവൻ. 2024 റിലീസായ അഡ്വഞ്ചർ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് കൽവൻ. PV ശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ GV പ്രകാശ്, ഇവാന, ഭാരതിരാജ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോമഡിയും ഇമോഷൻസും ഒക്കെയായി ഒരു അഡ്വഞ്ചർ ത്രില്ലർ ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമ ഒരു ആവറേജ് അനുഭവമാണ് സമ്മാനിക്കുന്നത്. കൽവൻ എന്ന തമിഴ് സിനിമയ്ക്ക് IMDb 6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഏഴാമത്തെ ചിത്രം തില്ലു സ്ക്വയർ. 2024 റിലീസായ റൊമാൻസ് കോമഡി ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ടില്ലു സ്ക്വയർ. മല്ലിക് റാം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ സിദ്ധു, അനുപമ പരമേശ്വരൻ, മുരളീധർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2022 റിലീസായ DJ തില്ലു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ തുടർച്ചയായി
ഒരു റൊമാൻസ് കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന രീതിയിൽ 2024 റിലീസായ ഒരു സീക്വൽ മൂവിയാണ് ടില്ലു സ്ക്വയർ. സിനിമ തിയേറ്ററിലുമൊക്കെ വലിയ ഒരു വിജയമായി മാറിയിരുന്നു. ടില്ലു സ്ക്വയർ എന്ന സിനിമയ്ക്ക് IMDb 6.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. 8ാമത്തെ ചിത്രം റിബൽ. 2024 റിലീസായ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് റിബൽ. നികേഷ് RS സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ GV പ്രകാശ്, മമിത ബൈജു, ഷാലു റഹീം എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കോളേജും അവിടെ നടക്കുന്ന ചില രാഷ്ട്രീയമായ പ്രശ്നങ്ങളുമൊക്കെയായി ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ എന്ന രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമ ഒരു ഏവറേജോ ബിലോ ഏവറേജോ ആയിട്ടുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. റിബൽ എന്ന സിനിമയ്ക്ക് IMDb 4.5 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. 9ാമത്തെ ചിത്രം അനാട്ടമി ഓഫ് എ ഫാൾ. 2024 റിലീസായ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഫ്രഞ്ച് മൂവിയാണ് അനാട്ടമി ഓഫ് എ ഫാൾ. ജസ്റ്റിൻ ട്രാറ്റ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ സാന്ദ്ര ഹുള്ളർ, ജെന്നി ബേത്ത്, അർത്തൂർ ഹറാറി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കേസും കോടതി വിചാരണയുമൊക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ക്രൈം ത്രില്ലർ ഡ്രാമ ഫ്രഞ്ച് മൂവിയാണ് അനാട്ടമി ഓഫ് എ ഫാൾ. ത്രില്ലർ ഡ്രാമ ടൈപ്പ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്നതാണ്. സിനിമയ്ക്ക് IMDb 7.7 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. അനാട്ടമി ഓഫ് എ ഫാൾ എന്ന സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത OTT പ്ലാറ്റ്ഫോമുകളിലായി പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമകളൊക്കെ ഇതിനോടൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.